നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ പരുമല എന്ന ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി അഥവാ പരുമല പള്ളി. ഭാരതത്തിലെ ക്രൈസ്തവ സഭകളിൽ നിന്ന് ആദ്യം പരിശുദ്ധ സ്ഥാനം നേടിയ പരുമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം തിരുവല്ലയിൽ നിന്ന് 7 കിലോമീറ്ററും ചെങ്ങന്നൂരിൽ നിന്ന് 10 കിലോമീറ്ററും പന്തളത്ത് നിന്ന് 25 കിലോമീറ്ററും അകലെയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഈ പള്ളി പലതവണ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന് വേദിയായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ കത്തോലിക്ക സ്ഥാനാരോഹണം നടന്നിട്ടുള്ളതും പരുമല പള്ളിയിൽ വെച്ചാണ്. മലങ്കര സഭയിലെ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന് കോട്ടയത്തിന് തെക്കായി ഒരു സെമിനാരി കൂടി വേണമെന്ന് അന്നത്തെ മലങ്കര മെത്രോപൊലിത്തയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് ആഗ്രഹിക്കുകയും അതിൻ പ്രകാരം അദ്ദേഹം കണ്ടെത്തുകയും ചെയ്ത സ്ഥലമാണ് പരുമല. പമ്പാ നദി എരുമല്ലിക്കര വെച്ച് രണ്ടായി പിരിഞ്ഞ് പന്നായി പാലത്തിന് കിഴക്കുവശത്തായി വീണ്ടും കൂടിച്ചേരുന്ന 10 ചതുരശ്ര കിലോമീറ്റർ പരുമല ദ്വീപിന്റെ ഒരു ഭാഗം നിരണം ഇടവകക്കാരനായിരുന്ന അരികുപുറത്ത് കോരുത് മാത്തന്റെ വകയായിരുന്നു. അതിൽ നിന്ന് 2 ഏക്കർ സ്ഥലം അദ്ദേഹം സെമിനാരി സ്ഥാപനത്തിന് വിട്ടുകൊടുത്തു. ഇവിടെ നിർമ്മിച്ച ഒരു ചെറിയ കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ട് മാർ ദിവന്നാസ്യോസ് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. വൈദിക വിദ്യാർത്ഥികൾ അഴിപ്പുര എന്ന പഴയ കെട്ടിടത്തിലും താമസിച്ചു. ഇതിനടുത്തായി കോരുത മാത്തൻ സ്ഥാപിച്ച ഒരു ചെറിയ പള്ളിയും ഉണ്ടായിരുന്നു. എന്നാൽ പരുമലയിലെ പനയനാർക്കാവിന്റെ തെക്ക് ഭാഗത്തായി പനക്കൂട്ടങ്ങൾ നിറഞ്ഞ ഈ പ്രദേശം അന്ന് ഭയപ്പെടുത്തുന്ന ഏകാന്തത നിറഞ്ഞതായിരുന്നു. ഭൂതപ്രേതാദികളുടെ കേളിരംഗമായി സാധാരണക്കാർ കരുതിയിരുന്ന ഈ പ്രദേശത്ത് ജനങ്ങളുടെ ഭയത്തെ മുതലെടുത്ത് സാമൂഹിക വിരുദ്ധർ കവർച്ചയും കൊള്ളിവെപ്പും നടത്തിയിരുന്നു. ഇതുപോലൊരു സ്ഥലത്ത് തന്നോട് പ്രവർത്തിക്കുവാൻ അനുയോജ്യനായി പുലിക്കാട്ടിൽ മാർ ദിവന്നാസ്യോസ് കണ്ടെത്തിയ വ്യക്തിയായിരുന്നു അന്ന് വെട്ടിക്കൽ സെന്റ് തോമസ് ദയറിൽ താമസിക്കുകയായിരുന്ന ചാത്തുരത്തിൽ ഗീവർഗീസ് കോറപ്പിസ് കോപ്പ. മാർ ദിവന്നാസ്യോസ് മെത്രോപൊലിത്ത ഗീവർഗീസ് കോറപ്പിസ് കോപ്പയ്ക്ക് റംബാൻ സ്ഥാനം നൽകുകയും പരുമലയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയും ചെയ്തു. പരുമലയിലെത്തിയ ഗീവർഗീസ് റംബാൻ വൈദിക പരിശീലനമടക്കമുള്ള സഭാകാര്യങ്ങളിൽ മാർ ദിവന്നാസ്യോസിനെ സഹായിച്ചു വന്നു. പിന്നീട് ഇദ്ദേഹം ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മെത്രോപൊലിത്തയായി നിരണം ഭദ്രാസനത്തിന്റെ അധികാരം ഏറ്റെടുത്തപ്പോഴും ഭദ്രാസന ചുമതലയോടൊപ്പം ഷെമ്മാശന്മാരെ പരിശീലിപ്പിക്കുന്നതിനായി തന്റെ താമസം പരുമല സെമിനാരിയിൽ തന്നെ തുടർന്നു. ഈ കാലയളവിൽ പള്ളിയും സ്ഥലവും കൂടി കോരുതമാത്തന്റെ മുൻ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ മക്കൾ സഭയ്ക്കായി എഴുതി നൽകി. പരുമല തിരുമേനി എന്നറിയപ്പെടാൻ തുടങ്ങിയ മാർ ഗ്രിഗോറിയോസ് പള്ളിയുടെ വികസനത്തിൽ ശ്രദ്ധനായിരുന്നു. മുളയിലും പലകയിലും തീർത്ത പള്ളി പൊളിച്ചുമാറ്റി ദീർഘകാലത്തെ പ്രയത്നഫലമായി 3 ത്രോണോസുകളോട് കൂടിയ സാമാന്യം വലിയ പള്ളി സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തന്റെ യെരുശലേം തീർത്ഥാടനത്തിന് തൊട്ടു മുൻപായി പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസിനൊപ്പം 1895 ജനുവരി 27 ഈ ദേവാലയത്തിന്റെ കുദാശ നടത്തിയതായി പരുമല തിരുമേനി തന്റെ ഊർഷ്യം യാത്രാവിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.